Thereby. By that means. Because of that. As a result of. അതുവഴി, അതിൻ്റെ ഫലമായി, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ മീനിങ് പറയാം. രണ്ട് ഡിഫറെൻ്റ് ഐഡിയാസ് കണക്ട് ചെയ്യുമ്പോഴാണ് ഇതുപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതുമൂലം വേറൊരു കാര്യം സാധിച്ചു എന്ന് പറയില്ലേ, അവിടെയാണ് thereby-യുടെ ഉപയോഗം വരുന്നത്. ഇനി എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കൂ. റെഗുലർ എക്സസൈസ് strengthens the heart, thereby reducing the risk of heart attack. റെഗുലർ എക്സസൈസ് strengthens the heart. റെഗുലറായിട്ടുള്ള എക്സസൈസ്, പതിവായ വ്യായാമം ഹാർട്ടിനെ ബലപ്പെടുത്തുന്നു. സ്ട്രെങ്തൻസ്, ഹാർട്ടിനെ ബലപ്പെടുത്തുന്നു. thereby reducing the risk of heart attack. thereby, അതുമൂലം, അങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് മൂലം എന്തുണ്ടാവുന്നു? ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയുന്നു, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയുന്നു. അപ്പോൾ thereby-യുടെ ഉപയോഗം അവിടെ അതുമൂലം അല്ലെങ്കിൽ അതുവഴി. ഇനി വേറൊരു സെൻറ്റൻസ് പറയട്ടെ. He poured water into the pit, thereby brought the ball up. അവൻ പിറ്റിലേക്ക്, കുഴിയിലേക്ക് വെള്ളം ഒഴിച്ചു, അതുമൂലം ബോൾ മുകളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ചെയ്തത് മൂലം, ആദ്യം വെള്ളം ഒഴിച്ചു, പിറ്റിലേക്ക് വെള്ളം ഒഴിച്ചു, അതുമൂലം അങ്ങനെ ചെയ്തത് വഴി വേറൊരു കാര്യം നടന്നു, അത് ബോൾ മുകളിലേക്ക് വരലാണ്. അപ്പോൾ he poured water into the pit, thereby brought the ball up. ഇനി ഒരു സെൻറ്റൻസ് കൂടി. He became a citizen, thereby gaining the right to vote. He became a citizen. അദ്ദേഹം ആദ്യം ഒരു സിറ്റിസനായി, അതുമൂലം എന്ത് സാധിച്ചു? ഗെയിനിങ് ദ റൈറ്റ് ടു വോട്ട്, വോട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് കിട്ടി. He became a citizen, thereby gaining the right to vote. അപ്പോൾ thereby എന്നതിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ.